നമസ്കാരം, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതായത് കൃഷിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കാർഷിക മേഖല എങ്ങനെയായിരുന്നു കൊളോണിയൽ ഭരണകാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക വികസന നയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വ്യാവസായിക മേഖല, ഇന്നത്തെ കാലത്തെ നമ്മുടെ യൂറോപ്യൻസ് ഇവിടെ ഭരിച്ചിരുന്ന കാലത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാന നൂറ്റാണ്ടായപ്പോഴേക്കും 1947 അടുപ്പിച്ചായപ്പോഴത്തേക്കും എന്തൊക്കെയായിരുന്നു വ്യാവസായിക മേഖലയിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക, കാർഷിക മേഖലയിൽ എന്ന പോലെ ഉൽപ്പന്നം നിർമ്മാണ മേഖലയിലും ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയിൽ കോളനി ഭരണത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പം കാർഷിക മേഖലയിൽ നല്ലൊരു അടിത്തറയില്ലായിരുന്നു. അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലും കോളനി ഭരണം നടന്ന സമയത്ത് അടിത്തറയൊന്നും ഉണ്ടായിരുന്നില്ല. ലോക പ്രശസ്തി നേടിയ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ ക്ഷയിച്ചു എന്ന് മാത്രമല്ല, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂറോപ്യൻസ് വരുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കരകൗശല വ്യവസായത്തിൽ വളരെയധികം മുന്നിട്ട് നിന്നൊരു രാജ്യമായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ഷയിക്കാനായിട്ട് തുടങ്ങി. ആ സ്ഥാനത്തേക്ക് അതേ പ്രൗഢിയിലുള്ള ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരാൻ അനുവദിച്ചുമില്ല. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നത് നശിക്കുകയും ചെയ്തു, പുതിയ വ്യവസായങ്ങളൊന്നും ഉയർന്നു വന്നതുമില്ല. ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ബ്രിട്ടന്റെ വ്യാവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ച ഇവർ മുന്നിൽ കണ്ടിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു തകരണമെന്ന് വിചാരിച്ചിരുന്നത്? ബ്രിട്ടനിൽ വളർന്നു വന്നിരുന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റുക. അപ്പോൾ ഇന്ത്യയിൽ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കണ്ട, പകരം നമ്മുടെ റോ മെറ്റീരിയൽസ് എങ്ങോട്ട് പോകണം? ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കണം. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. 2 എന്താണ്? ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമാക്കി ഇന്ത്യയെ മാറ്റുക. അവിടെ കൊണ്ടുപോയി നമ്മുടെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്നിട്ട് എവിടോട്ട് കൊണ്ടുവരും? ഇന്ത്യയെ കൊണ്ടുവന്ന് വിൽക്കുക. അങ്ങനെ വിശാല കമ്പോളമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു 2ാമത്തെ ലക്ഷ്യം. ബ്രിട്ടന്റെ സാമ്പത്തിക പുരോഗതിയായിരുന്നു ഈ നയങ്ങളിലൂടെ കോളനി ഭരണകൂടം ലക്ഷ്യം വെച്ചത്. ഇത് ഇന്ത്യയിൽ പുതിയൊരു സാമ്പത്തിക അവസ്ഥ സംജാതമാക്കി. അപ്പം ബ്രിട്ടൻകാർക്ക് വളരണം, എന്നാൽ ഇന്ത്യ വളരുകയും ചെയ്യരുത് എന്നുള്ള ലക്ഷ്യമായിരുന്നു അവർക്ക് മുന്നിട്ട് നിന്നിരുന്നത്. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ഉപഭോഗ കമ്പോളങ്ങളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ ഈ കരകൗശലമൊക്കെ തകരാൻ തുടങ്ങിയപ്പോഴത്തേക്കും തൊഴിലില്ലായ്മ രൂക്ഷമാകാൻ തുടങ്ങി. അങ്ങനെ ഉപഭോഗ വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെയിലി നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലും അതൊക്കെ എന്താണ്? ലഭ്യത ഇല്ലാതായിട്ട് മാറി. തുടർന്നുണ്ടായ ഉപഭോഗ വസ്തുക്കളുടെ ചോദന അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയും. ഡിമാൻഡിന്റെ വർധനവിനെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വില കുറഞ്ഞ വസ്തുക്കളുടെ ഇറക്കുമതിയിലൂടെയാണ് കോളനി ഭരണകൂടം സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയത്. അപ്പം ഇതൊന്നും പുതിയൊരു അറിവാണ് നമുക്കല്ലേ. അതായത് ഉപഭോഗ വസ്തുക്കളുടെ ഒരു ഡിമാൻഡ് കൂടി വന്നു. അപ്പം എന്താ ചെയ്തത്? ബ്രിട്ടനിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ അവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു തരും. നമ്മുടെ രാജ്യത്ത് ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും ഇവർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു തരാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ തന്നെ ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുറപ്പിച്ചെങ്കിലും അവയുടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ പതുക്കെ ഇന്ത്യയിൽ വ്യവസായങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു വളർച്ചയൊന്നും ഉണ്ടായില്ല. തുടക്കത്തിൽ ഈ പുരോഗതി ചണം, പരുത്തി എന്നീ വ്യവസായങ്ങളിൽ മാത്രമായിരുന്നു. ഇന്ത്യക്കാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. എന്താണ് പരുത്തി വ്യവസായശാലകൾ? എന്താണ് എവിടെ ആരംഭിച്ചത്? ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ചണ വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചത് ബംഗാളിലായിരുന്നു. ചണം എവിടെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു ചണം, അത് ബംഗാളിലും. ഇന്ത്യക്കാരുടെ അധീനതയിലുള്ള പരുത്തി വ്യവസായശാലകൾ ആരംഭിച്ചത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം പ്രവർത്തനം ആരംഭിച്ചു. എവിടെ? 1907 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ 1907 വരുന്നത് അല്ലേ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പഞ്ചസാര, സിമെന്റ്, കടലാസ് എന്നീ വ്യവസായങ്ങൾ പേരിനെങ്കിലും ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. അപ്പം ഇന്ത്യയിലെ വ്യവസായങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. അടുത്ത ബാക്കി നോക്കിക്കേ. വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായ മൂലധന ചരക്ക് വ്യവസായങ്ങൾ
ഉണ്ടായിരുന്നില്ല. എന്താണ്? വ്യവസായവൽക്കരണത്തിന് അത്യന്താപേക്ഷിതമായിരുന്ന മൂലധന ചരക്ക് വ്യവസായം എന്ന ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി ഒന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഉൽപാദനത്തിന് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായങ്ങളാണ് മൂലധന ചരക്ക് വ്യവസായം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപാദനം നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യന്ത്ര സാമഗ്രികൾ വേണം. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഒരു വ്യവസായം വേണമല്ലോ, നമുക്ക് ഒരു കമ്പനി വേണമല്ലോ. അതൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല? ഇന്ത്യയിലില്ല. ഒറ്റപ്പെട്ട ചില വ്യവസായങ്ങൾ ആരംഭിച്ചെങ്കിലും അവ ഇന്ത്യയുടെ പരമ്പരാഗതമായ കരകൗശല വ്യവസായങ്ങൾക്ക് പകരം നിൽക്കാവുന്ന തരത്തിലുള്ളവ ആയിരുന്നില്ല. അപ്പം ചിലയിടത്തൊക്കെ തുടങ്ങി, പക്ഷേ പണ്ടത്തെ ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും അതിന് കഴിഞ്ഞില്ല. കൂടാതെ ഈ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്കും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിലേക്ക്, അതായത് GDPയും ഇവയുടെ സംഭാവന നാമമാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ചില കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ആ പണ്ടത്തെ രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഉള്ള വ്യവസായങ്ങളൊന്നും ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് സാധിച്ചില്ല. പുതുതായി ആരംഭിച്ച വ്യവസായങ്ങളിൽ പൊതുമേഖലയുടെ സ്ഥാനം റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഒതുങ്ങി. അപ്പോൾ 1900-ലെ കാര്യമാണ് പറയുന്നത്. 1900-കളിൽ പുതുതായി പല വ്യവസായങ്ങളും ഉണ്ടെങ്കിൽ പോലും റെയിൽവേ, വൈദ്യുതോൽപാദനം, തുറമുഖം, വാർത്താവിനിമയം എന്നിവയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യവസായം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് പറയാൻ പോകുന്നത് വിദേശ വ്യാപാരത്തിനെ പറ്റിയിട്ടാണ്. ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു? അപ്പോൾ പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രസിദ്ധി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ കോളനി ഭരണകൂടം ഉൽപ്പന്നം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഘടനയെയും ഘടകങ്ങളെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു. അപ്പം ഫോറിൻ ട്രേഡ് നിന്നു ഇന്ത്യയിലെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ പ്രാഥമിക വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച ലഘുയന്ത്രങ്ങൾ പോലെയുള്ള മൂലധന വസ്തുക്കൾ കൂടാതെ പൂർണ്ണ ഉപഭോഗ വസ്തുക്കളായ പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ ഇവകൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറി. അപ്പം ഓൾറെഡി നമുക്ക് എന്തുണ്ടായിരുന്നു? പട്ടും പരുത്തിയും കമ്പിളി, പഞ്ചാര ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ കോളനി ഭരണം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ഇതെല്ലാം അങ്ങ് കയറ്റുമതി ചെയ്യും. എങ്ങോട്ട്? ഈ റോ മെറ്റീരിയൽസ് എല്ലാം ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യും അല്ലേ? എന്നിട്ട് അവിടെ നിന്നും എന്തുണ്ടാക്കും? അവിടെ നിന്നും റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരേണ്ട ഒരു ഗതിയായിട്ട് മാറി. കൂടാതെ നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടെ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും മേൽ കുത്തക ആധിപത്യം ബ്രിട്ടൻ നിലനിർത്തി. കുത്തക ആധിപത്യം എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യണമെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിലും നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ പകുതിയിലധികവും ബ്രിട്ടനുമായി ശേഷിക്കുന്ന ഭാഗം ചൈന, സിലോൺ, പേർഷ്യ പോലെയുള്ള രാജ്യങ്ങളുമായി നടത്താൻ നിർബന്ധിതമായി. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് എവിടെയായിട്ട് ഒതുങ്ങി? ഏറ്റവും കൂടുതൽ ബ്രിട്ടനിലേക്കാണ് വ്യാപാരം. ബാക്കി ആരൊക്കെയായിട്ടുണ്ട്? ചൈനയുമായിട്ടുണ്ട്, സിലോൺ, ശ്രീലങ്ക, പേർഷ്യ മീൻസ് ഇറാനുമായിട്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമായിട്ട് നമ്മുടെ ഫോറിൻ ട്രേഡ് ഒതുങ്ങി. സൂയസ് കനാൽ തുറന്നതോടുകൂടി ഇന്ത്യൻ വ്യാപാരത്തിന്മേലുള്ള നിയന്ത്രണം ബ്രിട്ടൻ കൂടുതൽ കർശനമാക്കി. ഇതാണ് ഫോറിൻ ട്രേഡ് വന്നതോടുകൂടി ഫോറിൻ ട്രേഡിൽ വന്ന മാറ്റങ്ങളാണ് പറയുന്നത്. അതുപോലെ എന്ത് വന്നപ്പം? സൂയസ് കനാൽ എന്ന് പറയുന്ന സാധനം വന്നപ്പോഴേക്കും എന്ത് കാരണമായിട്ട് തീർന്നു? ബ്രിട്ടന് വിദേശ വ്യാപാരത്തിനോടുകൂടി ഇന്ത്യയിൽ കൂടുതൽ കർശനമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിന്റെ പ്രത്യേക ലക്ഷ്യം ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ മെച്ചം ഉണ്ടാക്കുന്നതിന് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു. ഒന്നുകൂടെ നോക്കാം. എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിന്റെ പ്രത്യേക ലക്ഷ്യം ഉയർന്ന കയറ്റുമതി മിച്ചം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ ഈ മിച്ചം മീൻസ് എന്താണ്? എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതാണ്. എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയും. സർപ്ലസ് എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന സർപ്ലസിന് രാജ്യം വലിയ വില നൽകേണ്ടി വന്നു. ഭക്ഷ്യധാന്യങ്ങളൊക്കെ, വസ്ത്രങ്ങൾ, മണ്ണെണ്ണ തുടങ്ങി പല വിധത്തിലുള്ള അത്യാവശ്യ വസ്തുക്കളുടെ ലഭ്യത ആഭ്യന്തര കമ്പോളത്തിൽ കുറഞ്ഞു വന്നു. അപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. ഈ വ്യാപാര മിച്ചം ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒഴുക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇവ ബ്രിട്ടീഷുകാരുടെ ഭരണ യുദ്ധ ചെലവുകൾക്ക് ഒപ്പം വിവിധ സേവനങ്ങളുടെ ഇറക്കുമതി ചെലവിനായി വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ റോ മെറ്റീരിയൽ പല രാജ്യങ്ങളിലേക്ക് ഇവർ കയറ്റി വിട്ടുകൊണ്ടിരുന്നു. ആ കിട്ടുന്ന കാശെല്ലാം ഇവരെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇവരുടെ യുദ്ധ ചെലവുകൾ അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാർക്ക് കാശ് കൊടുക്കാനൊക്കെ ഇല്ലേ, സാലറി ഇല്ലേ, ആർമിയൊക്കെ ഉണ്ടല്ലോ, ആ സാലറി കൊടുക്കാനൊക്കെ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട്സ് അവർ യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് നോക്കാം. ജനസംഖ്യാസ്ഥിതി അഥവാ ഡെമോഗ്രഫിക് കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ സൂയസ് കനാലിലൂടെയുള്ള വ്യാപാരത്തിനെ പറ്റിയിട്ടൊന്ന് നോക്കാം.
ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. വടക്ക് കിഴക്കൻ ഈജിപ്തിലെ സൂയസ് കരയിടുക്കിന് സമാന്തരമായി വടക്ക് തെക്ക് നീണ്ടുകിടക്കുന്ന മനുഷ്യനിർമ്മിത ജലമാർഗമാണ് സൂയസ് കനാൽ. അപ്പം സൂയസ് കനാൽ എന്ന് പറയുന്നത് എവിടെയാണ്? വടക്ക് കിഴക്കൻ ഈജിപ്തിൻ്റെ വടക്ക് കിഴക്കായിട്ട് സൂയസ് കരയിടുക്കിന് സമാന്തരമായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? സൂയസ് കനാൽ കാണപ്പെടുന്നത്. വടക്ക് തെക്ക് നീണ്ടു നിൽക്കുന്ന ഒന്നാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്. അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കനാലാണ്. ഇത് മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സെയ്ദിനെയും ചെങ്കടലിലെ കൈവഴിയായ സൂയസ് ഉൾക്കടലിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ആരെയൊക്കെയാണ്? മെഡിറ്ററേനിയൻ കടലിലെ പോർട്ട് സെയ്ദിനെയും ചെങ്കടലിലെ കൈവഴിയായ സൂയസ് ഉൾക്കടലിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സൂയസ് കനാൽ യൂറോപ്പ്, അമേരിക്ക, തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾ, കിഴക്കൻ ആഫ്രിക്ക, ഓഷ്യാനിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആഫ്രിക്കൻ വൻകരയെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയെ ഒഴിവാക്കുന്നു. അപ്പം ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോകേണ്ട വരത്തില്ല. എന്ത് ചെയ്യാം? നേരിട്ട് എങ്ങോട്ട് പോകാം? ഈ സൂയസ് കനാൽ വഴി പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു അവസരം സൂയസ് കനാൽ വന്നതോടുകൂടി വന്നു. അതുപോലെ തന്നെ എന്താ മാറ്റം വന്നത്? സാമ്പത്തികമായും തന്ത്രപ്രധാനമായും ലോകത്തിലെ പ്രധാന ജനമാർഗങ്ങളിൽ ഒന്നാണിന്ന്. 1869 ഇത് തുറന്നതോടുകൂടി യാത്രാ ചിലവ് കുറയുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളത്തിലേക്കുള്ള പ്രവേശനം സുഗമമാവുകയും ചെയ്തു. അപ്പം നേരത്തെ നിന്ന് യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഇപ്പം എന്ത് മതി? ഇത് ഒരു ഷോർട്ട് റൂട്ട് തുറന്നു കിട്ടുകയും ചെയ്തു. അപ്പോൾ വ്യാപാരം വളർന്നു. ഇന്ത്യയിലേക്ക് പെട്ടെന്ന് തന്നെ യൂറോപ്യൻ ശക്തികൾക്ക് വരാനും കാരണമായി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ബാക്കി നോക്കിക്കോളൂ. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ജനസംഖ്യാസ്ഥിതിയെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത് 1881 അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത് 1881 ചില പരിമിതികൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ അസന്തുലിതാവസ്ഥ ഇത് തുറന്നു കാട്ടി. ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. 1921 മുൻപ് ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടം, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയും, അതിന്റെ ആദ്യഘട്ടത്തിലായിരുന്നു 1921 മുമ്പ്. രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന 21 ശേഷം. അപ്പോൾ ഒന്നാം ഘട്ടം 1921 മുമ്പും രണ്ടാം ഘട്ടം 1921 ശേഷം. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയും ജനസംഖ്യാ വളർച്ചാ നിരക്കും ഉയർന്നതായിരുന്നില്ല. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ സാമൂഹിക വികസന സൂചകങ്ങൾ ഒന്നും തന്നെ ഒട്ടും പ്രോത്സാഹനപരമായ അവസ്ഥയിലായിരുന്നില്ല. രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 60%, അതായത് വലിയ എഴുത്തും വായനയൊന്നും അന്നത്തെ കാലത്ത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇതിൽ സ്ത്രീ സാക്ഷരതാ നിരക്ക് 7% മാത്രമായിരുന്നു. പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ഉണ്ടായിരുന്നവ തന്നെ തീർത്തും അപര്യാപ്തമായിരുന്നു. അതിനാൽ വായു ജലജന്യ രോഗങ്ങൾ വ്യാപകമാവുകയും ഇവ പിടിപെട്ട് ധാരാളം ആൾക്കാർ മരിക്കുകയും ചെയ്തു. എന്നാൽ മൊത്തം മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു എന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ശിശുമരണ നിരക്ക് എത്രയായിരുന്നു? അതായത് 1000ന് 218 എന്ന നിരക്കിലായിരുന്നു ശിശുമരണം. ഇതിനെ ഇപ്പോഴത്തെ ശിശുമരണ നിരക്കായ 1063. ഇപ്പം അതുപോലും ഇല്ല അല്ലേ? ആയുർദൈർഘ്യം 44 വർഷം മാത്രം, ഇപ്പോഴത് 68 വർഷം. ഇപ്പം അതുമല്ല അല്ലേ? വിശ്വാസയോഗ്യമായ ദത്തങ്ങളുടെ അഭാവത്തിൽ അക്കാലത്തെ ദാരിദ്ര്യത്തിന്റെ വ്യാപ്തി അളക്കാൻ പ്രയാസമാണ്. അപ്പോൾ അക്കാലത്ത് കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ കഠിനമായ ദാരിദ്ര്യം നിലനിന്നിരുന്നു എന്നും അത് ഇന്ത്യൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിയെന്നതിലും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ പല ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കലായിട്ട് ആൾക്കാരെ ചൂഷണം ചെയ്തിരുന്നു എന്ന്. ഇതിപ്പോൾ എക്കണോമിക്കലി നോക്കുവാണെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ എങ്ങനെയായിരുന്നു ജനങ്ങളെ എക്കണോമിക്കലി ബാധിച്ചിരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ സമയത്തെ ശിശുമരണ നിരക്ക് വളരെയധികം കൂടുതലായിരുന്നു. അതായത് 1000 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 218 എന്ന നിരക്കിലായിരുന്നു അന്നത്തെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത്. അതുപോലെ പൊതുജനാരോഗ്യമൊക്കെ വളരെ പുവറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. സ്ത്രീ സാക്ഷരതാ നിരക്ക് 7%, അതായത് പഠിത്തമുള്ള പെൺകുട്ടികൾ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് രാജ്യത്തെ സാക്ഷരതാ നിരക്ക് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ പോലും അത് 16% മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അന്നത്തെ സമയത്തെ തൊഴിൽ ഘടനയെ പറ്റി നോക്കുക. ഒക്കുപേഷണൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പം ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ തൊഴിൽ ഘടന, അതായത് വിവിധ വ്യവസായങ്ങളിലും മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരുടെ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയിലായിരുന്നു. അപ്പം കോളനി ഭരണകാലത്ത് മൊത്തം തൊഴിലിൻ്റെ ഏറെ ശതമാനം എവിടെ തന്നെ ആയിരുന്നു? കാർഷിക മേഖലയിലായിരുന്നു. ഇത് ഏകദേശം 70% മുതൽ 75% വരെ ആയിരുന്നു. എന്നാൽ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ 10%, സേവന മേഖല 15 മുതൽ 20% തൊഴിൽ ശക്തിയാണ് ഉൾക്കൊണ്ടിരുന്നത്. അപ്പോൾ 70 മുതൽ 75% വരെ തൊഴിലാളികൾ എവിടെ? കാർഷിക മേഖലയിൽ. 10% എവിടെ? സേവന മേഖലയിൽ.
എങ്ങനെയാണ് 10% ഉൽപ്പന്ന മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനകത്തും, ഇനി സേവന മേഖലയിലാണ് 15-20% എന്ന് പറയുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത വർദ്ധിച്ച പ്രാദേശിക തലത്തിലുള്ള അന്തരമായിരുന്നു. അന്നത്തെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളിലും, അതായത് ഇന്നത്തെ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗങ്ങളായിരുന്നു അന്ന്. കൊളോണിയൽ ഭരണകാലത്ത് മദ്രാസ് പ്രവിശ്യ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയെല്ലാം ഉൾക്കൊണ്ടതായിരുന്നു. ബോംബെയിലും, അതായത് മദ്രാസ് പ്രവിശ്യയിലും ബോംബെയിലും ബംഗാളിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കുറവും നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലും എണ്ണം കൂടുതലുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 70 മുതൽ 75% വരെ കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ളത്. എങ്കിൽ പോലും മദ്രാസ് പ്രവിശ്യയിൽ, അതായത് മദ്രാസ് പ്രവിശ്യയിലെ അന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ബോംബെയിലും ബംഗാളിലും എല്ലാം എന്താണ് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം ഈ ഒരു പെർസെൻറ്റേജിൽ കുറവും, എന്നാൽ സേവന മേഖലയിലും നിർമ്മാണ മേഖലയിലും ഉള്ളവരുടെ എണ്ണം കൂടുതലുമായിരുന്നു. അത് ഓർത്തു വയ്ക്കുക. അതേസമയം ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാർഷിക മേഖലയിൽ തൊഴിൽ ശക്തി ഉപയോഗം കൂടിക്കൂടി വന്നു. അപ്പം മുകളിലോട്ട് പോകുന്തോറും ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ് മുകളിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കാർഷിക മേഖലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് പശ്ചാത്തല സൗകര്യങ്ങളെ പറ്റിയിട്ടാണ്, ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. കോളനി ഭരണകാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായ റെയിൽവേ, തുറമുഖം, ജലഗതാഗതം, തപാൽ, കമ്പിത്തപാൽ എന്നിവ വികസിച്ചു. അതെന്താണ്? കോളനി ഭരണകാലത്താണ് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങളായിട്ടുള്ള റെയിൽവേ, തുറമുഖം, പോർട്ടുകൾ, ജലഗതാഗതം, തപാൽ, കമ്പിത്തപാൽ ഒക്കെ വികസിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യം ലഭ്യമാക്കുക എന്നതായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും ആർക്കില്ലായിരുന്നു? ബ്രിട്ടീഷുകാർക്കില്ല. മറിച്ച് തങ്ങളുടെ വിവിധങ്ങളായ സാമ്രാജ്യത്വ താല്പര്യങ്ങളെ സംരക്ഷിക്കുക മാത്രമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് ലക്ഷ്യം എന്ന് പറയുന്നതാണ്. നമ്മുടെ ഒരു ഇത് വർദ്ധിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് നിർമ്മിച്ച റോഡുകൾ ആധുനിക ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമായിരുന്നില്ല. നല്ലൊരു റോഡൊന്നുമില്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക നീക്കങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് പല റോഡ് നിർമ്മാണത്തിന്. ഇപ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യണമെന്നുള്ള ഒരു രീതിയിലൊന്നും അല്ല അവർ റോഡ് ഉണ്ടാക്കിയത്. പകരം എന്താണ്? സൈനിക നീക്കങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡ്, അതാണ്. അതുപോലെ അസംസ്കൃത വസ്തുക്കൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കും തുറമുഖങ്ങൾക്കിടയിലേക്കും എത്തിച്ച് അത് അവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്കോ ലാഭകരമായ മറ്റു വിദേശ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന താല്പര്യവും ഈ റോഡ് നിർമ്മാണത്തിനുമില്ല. അപ്പം മൊത്തത്തിൽ എന്താണ്? ഒരു സ്വാർത്ഥതാ മനോഭാവമായിരുന്നു കോളനിവൽക്കരണ കാലത്ത് ഈ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ ഗ്രാമങ്ങളിൽ കുറവായതിനാൽ പ്രകൃതി ദുരന്തങ്ങളുടെയും ക്ഷാമങ്ങളുടെയും അവസരങ്ങളിൽ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. അപ്പോൾ റോഡൊന്നും നല്ല രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ എന്തായിരുന്നു? വലിയ ഉപയോഗമൊന്നും ഇല്ലാത്ത അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രം തട്ടിക്കൂട്ടിയ ഒരു റോഡായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1950-ലാണ് അല്ലേ? 50-കളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത്. സംഭാവന, അത് അവരുടെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടനയെ 2 രീതിയിലാണ് റെയിൽവേ സ്വാധീനിച്ചത്. എങ്ങനെ? ദീർഘദൂര യാത്രകൾ സാധ്യമായതോടുകൂടി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായകമായി. അപ്പോൾ ദൂരയാത്ര പോകണമെങ്കിൽ ട്രെയിൻ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് എന്താണ്? കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയെ ദോഷകരമായി ബാധിച്ചു. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ റെയിൽവേ വന്നതോടുകൂടി പരിപോഷിപ്പിച്ചെങ്കിലും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത ഇത് ദോഷമായി ബാധിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു എന്നതിന് സംശയമില്ല. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിച്ചു എന്നതിനകത്ത് ഒരു സംശയം. അപ്പോൾ കയറ്റുമതി കൂടി. ഈ ഗതാഗതമൊക്കെ നന്നായിട്ട് വരുമ്പോൾ എന്താ പ്രശ്നം? എന്താ പ്രശ്നമല്ലത്, എന്താ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്? എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു റോ മെറ്റീരിയൽ മറ്റൊരിടത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ പറ്റും. എങ്കിലും ഇതിൻ്റെ ഗുണമൊന്നും ആർക്ക് ലഭിച്ചില്ല? കൃഷിക്കാർക്ക് നേരിട്ട് ലഭിച്ചിരുന്നില്ല. റെയിൽവേയുടെ ആവിർഭാവം കൊണ്ട് ഇന്ത്യൻ ജനതയ്ക്കുണ്ടായ സാമൂഹ്യ നേട്ടം ചെറുതല്ല. എങ്കിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക നഷ്ടത്തെ മറികടക്കാനൊന്നും ഇതിന് കഴിഞ്ഞതുമില്ല. അപ്പോൾ പശ്ചാത്തല സൗകര്യം നോക്കുന്ന സമയത്ത് കൊളോണിയൽ കാലത്ത് എന്താണ്? ഇന്ത്യയുടെ പശ്ചാത്തല പോർട്ടുകൾ വന്നു, റെയിൽവേസ് ഒക്കെ ഒരുപാട് വന്നു, ജലഗതാഗതം, തപാല്, കമ്പിത്തപാലൊക്കെ വന്നു. ആ സമയത്ത് റെയിൽവേ വന്നതോടുകൂടി എന്താണ്? അതായത് കൃഷി മേഖലയിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ദീർഘദൂര യാത്രകളെല്ലാം സാധ്യമാവാൻ തുടങ്ങി. എങ്കിൽ പോലും ആ ഒരു പോസിറ്റീവ് സൈഡ് ഒരിക്കലും ജനങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിയില്ല. ഓർമ്മയുണ്ടല്ലോ ഇത്രയും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. റെയിൽവേ റോഡ് എന്നിവയുടെ വികസനത്തോടൊപ്പം തന്നെ കോളനി ഭരണകൂടം ഉൾനാടൻ വ്യാപാരവും കടൽ ഗതാഗത മാർഗങ്ങളും വികസിപ്പിക്കാനുള്ള നടപടിയെടുത്തു. ഉൾനാടൻ ജലഗതാഗതം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഉൾനാടൻ വ്യാപാരവും അതുപോലെ കടൽ ഗതാഗത മാർഗങ്ങൾ
കാര്യങ്ങളും വികസിപ്പിക്കാനായിട്ട് ഈ റെയിൽവേ റോഡ് അതിൻ്റെ വികസനത്തോടൊപ്പം അവർ അതായത് ജലഗതാഗതം പ്രോത്സാഹിപ്പിച്ചു. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല. ഉൾനാടൻ ജലഗതാഗതം ഒറീസയിലെ തീരദേശ കനാൽ സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഏറ്റവും നല്ല ജലഗതാഗതമാണ് ഏറ്റവും ചെലവ് കുറവെന്നാണ്. പക്ഷേ അവിടെ അന്നത്തെ കാലത്ത് ഉൾനാടൻ ജലഗതാഗതം ഒറീസയിലെ തീരദേശ കനാൽ സംവിധാനത്തെ പോലെ തന്നെ സാമ്പത്തികമായി ലാഭമായിരുന്നില്ല. ഉയർന്ന ചെലവിൽ നിർമ്മിച്ചിരുന്ന കനാൽ സംവിധാനമായിരുന്നിട്ടും റെയിൽവേയുമായി മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ കൊളോണിയൽ ഭരണകാലത്ത് റെയിൽവേ ആയിരുന്നു അവർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ഗതാഗതം. ഏറെ താമസിയാതെ ആ പ്രദേശത്ത് കനാലിന് സമാന്തരമായി റെയിൽവേ വരികയും കനാൽ സംവിധാനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നെക്സ്റ്റ് നോക്കിക്കേ, ചെലവേറിയത്, അതായത് ചെലവേറിയതാണെങ്കിലും വൈദ്യുതീകൃത കമ്പി തപാൽ സംവിധാനം രാജ്യത്തിൻ്റെ ക്രമസമാധാന പാലനത്തിന് വലിയ പങ്കാണ് വഹിച്ചത്. തപാൽ സംവിധാനം ഉപകാരപ്രദമായിരുന്നെങ്കിലും വർദ്ധിച്ച ആവശ്യങ്ങൾക്ക് അനുസൃതമായ സേവനം നൽകാൻ പര്യാപ്തമായിരുന്നില്ല. പശ്ചാത്തല സൗകര്യത്തെക്കുറിച്ച് നെക്സ്റ്റ് അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇത് ഇന്ത്യൻ എയർലൈൻസ്, അതായത് ടാറ്റ എയർലൈൻസിനെ പറ്റിയിട്ടാണ്. 1932 ഇത് ആരംഭിക്കുന്നത് കേട്ടോ. അത് വ്യോമഗതാഗതം ടാറ്റ എയർലൈൻസോട് കൂടിയിട്ട് 1932 ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഓഡിയോ പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം നേടുന്നതിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ വികസന നേട്ടങ്ങളെ അറിയുന്നതിനും വിലയിരുത്തുന്നതിനും സ്വാതന്ത്ര്യം ലഭിക്കും മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ഈ പാഠം പഠിച്ചത്. കോളനി ഭരണകാലത്ത് നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ ലക്ഷ്യം കോളനി രാജ്യങ്ങളുടെയും കോളനി ജനതയുടെയും സാമ്പത്തിക പുരോഗതിക്ക് ഉപരി ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ സംരക്ഷണം, അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തങ്ങളുടെ ജീവിതോപാധിയായി കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കാർഷിക മേഖല എന്തായിരുന്നു, ശോഷണത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ ലോക പ്രശസ്തമായ കരകൗശല ശാലകളെ തകർക്കുകയും പകരം ആധുനിക വ്യവസായത്തിനുള്ള അടിത്തറയ്ക്കുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതുപോലെ പൊതുജന ആരോഗ്യമാണെങ്കിലും അത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി, ക്ഷാമം വരാൻ തുടങ്ങി, സ്ത്രീകളുടെയും അല്ലെങ്കിൽ വലിയവരുടെ എല്ലാം സാക്ഷരത കുറഞ്ഞു, ശിശുമരണ നിരക്ക് കുറഞ്ഞു, അല്ലേ, ദാരിദ്ര്യമൊക്കെ കൂടി വന്നു. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിനായി കോളനി ഭരണകൂടം ശ്രമിച്ചിരുന്നെങ്കിലും അതെന്താണ്, റോഡൊക്കെ ഉണ്ടാക്കിയത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു, അല്ലേ. ആസൂത്രണത്തിൻ്റെ ഈ കുറവുകൾ നികത്തുക എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഗവൺമെൻറ്റിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒക്കെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലോട്ട് എന്ത് വരാൻ തുടങ്ങിയത്, എക്കണോമി എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു വലിയൊരു ചാലഞ്ച് മുന്നിലേക്ക് വന്നത്. അതായത് നശിപ്പിച്ചിട്ടിരുന്ന ഇന്ത്യയാണ് പിന്നീട് 50 തൊട്ട് നാഷണൽ പ്ലാനിംഗ് ആയിട്ടുള്ള പേരിലാണെങ്കിലും ഇപ്പം നീതി ആയോഗ് എന്ന പേരിലും നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.